മാർപ്പാപ്പയുടെ ടീം എന്നറിയപ്പെടുന്ന വത്തിക്കാൻ ക്രിക്കറ്റ് ടീം ആരംഭിച്ചിട്ട് 10 വർഷങ്ങൾ പൂർത്തിയാവുന്ന 10ാം വർഷത്തിലെ ആദ്യ സീസണിലെ മത്സരത്തിൽ ഇൻവാലിഡ്സ് യുകെയെ വത്തിക്കാൻ ടീം പരാജയപ്പെടുത്തി. ലൈറ്റ് ഓഫ് ഫെയ്ത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഫ്രാൻസിസ് പാപ്പയുടെ ടീമിൽ കൂടുതലും മലയാളികളായ വൈദികരും സെമിനാരിക്കാരുമാണ്. ഗോസ്പൽ ത്രൂ ക്രിക്കറ്റ് എന്നാണ് ടീമിന്റെ ആപ്തവാക്യം. 10ാം വർഷത്തിലെ ആദ്യ സീസൺ ഇംഗ്ലണ്ടിലെ യോർഷയറിൽ നിന്നുള്ള ഇൻവാലിഡ്സ് യുകെ പരാജയപ്പെടുത്തി വത്തിക്കാൻ ടീം വിജയിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത വത്തിക്കാൻ ടീം നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 124 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് ടീമിന് 20 ഓവറുകളിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 98 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. ടീം ക്യാപ്റ്റൻ റിഡംബറിച്ച് സന്യാസ സമൂഹാംഗവും മലയാളിയുമായ റവറർ ഫാദർ പ്രിൻസ് തെക്കേപ്പുറമാണ്. 2014 ആരംഭിച്ച ടീമിനെ ഈ വർഷം ജനുവരി 26 മുതൽക്കാണ് വത്തിക്കാന്റെ ഔദ്യോഗിക ടീമായി പ്രഖ്യാപിച്ചത്. ബ്രിട്ടൻ, അർജന്റീന, കലാബ്രിയ, കെനിയ, പോർച്ചുഗൽ, മാൾട്ട എന്നീ രാജ്യങ്ങളിലേക്ക് ഇതിനോടകം പാപ്പയുടെ ക്രിക്കറ്റ് ടീം പര്യടനം നടത്തിയിട്ടുണ്ട്. 2018 ഇംഗ്ലണ്ട് പര്യടനത്തിൽ കളി കാണാനായി എലിസബത്ത് രാജ്ഞി ഗ്രൗണ്ടിലുണ്ടായിരുന്നു. വത്തിക്കാൻ എന്ന കൊച്ചു രാജ്യത്തിന്റെ പതാകയുടെ നിറമായ മഞ്ഞയാണ് ക്രിക്കറ്റ് ടീം അംഗങ്ങളുടെ ഔദ്യോഗിക വേഷം. ഓസ്ട്രേലിയൻ അംബാസിഡർ ജോൺ മക്കാർത്തി റോമിലെ മാത്തർ എക്ലേസ്യ സെമിനാരി സന്ദർശിക്കാൻ വന്ന് അവിടെയുള്ള സെമിനാരിക്കാർ ക്രിക്കറ്റ് കളിക്കുന്നത് വീക്ഷിച്ചതിനു ശേഷമാണ് ഇങ്ങനെയൊരു ടീം ആരംഭിക്കുന്നതിനെ പറ്റി ചിന്തിച്ചതും. പിന്നീട് ഏതാനും മാസങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിലെ ആർച്ച് ബിഷപ്പ് കാൻഡർബറിയുടെ 11-നെതിരെ ഒരു സൗഹൃദ മത്സരം ക്രമീകരിച്ചതും. പര്യടനത്തിൽ വത്തിക്കാൻ ടീം പാസ്റ്ററൽ പ്രൊജക്ടുകളും ജയിൽ ഇടവക സന്ദർശനങ്ങളുമുണ്ട്. ഇംഗ്ലണ്ട്, അയർലൻഡ്, ഫ്രാൻസ്, ബെൽജിയം, ജർമ്മനി, ഓസ്ട്രേലിയ, മാൾട്ട, ഹോങ്കോങ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ടീമുകൾ വത്തിക്കാനുമായി മത്സരിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിനായ് ന്യൂസ്.